നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ലേ, രാഷ്ട്രീയത്തിലെ വലിയ ചർച്ചകളൊക്കെ ഒരു വഴിക്ക് നടക്കുന്നു, പക്ഷെ നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതം വേറൊരു വഴിക്ക് പോകുന്നു. ഈ ഒരു അവസ്ഥയ്ക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കുമോ? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറും തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള തന്ത്രങ്ങളെക്കുറിച്ചല്ല, മറിച്ച് ജനങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ മാറ്റം കൊണ്ടുവരാൻ സഹായിക്കുന്ന കൃത്യമായി ചിട്ടപ്പെടുത്തിയ ഒരു പുതിയ ഭരണരീതിയെക്കുറിച്ചാണ്. നമുക്ക് തുടങ്ങാം. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നേതാക്കൾ സംസാരിക്കുന്ന വിഷയങ്ങളാണോ നിങ്ങളുടെയും എന്റെയും ജീവിതത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ? പലപ്പോഴും അങ്ങനെയല്ല അല്ലേ? രാഷ്ട്രീയ ചർച്ചകളും സാധാരണ ജനങ്ങളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളും തമ്മിൽ വലിയൊരു വിടവ് തന്നെയുണ്ട്. എന്തുകൊണ്ടാണ് ഈ അകൽച്ച സംഭവിക്കുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടെ ജനാധിപത്യത്തിന്റെ ആരോഗ്യത്തിന് തന്നെ വളരെ നിർണായകമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിന്റെ മൂലകാരണമൊന്ന് പരിശോധിക്കാം. എന്തുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയത്തിന് പലപ്പോഴും ഒരു ദിശാബോധമില്ലാതെ പോകുന്നത്? നിലവിലെ സംവിധാനങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നോക്കൂ, രാഷ്ട്രീയ തന്ത്രങ്ങൾ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന പ്രശ്നങ്ങളിലേക്കാണ് ചെന്നെത്തുന്നത്. വാചകമടികൾക്ക് പ്രാധാന്യം കൂടുമ്പോൾ യഥാർത്ഥ ഫലങ്ങൾ കുറയുന്നു. പ്രാദേശികമായ തൊഴിലുകൾ, അവിടുത്തെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ, ഇതൊന്നും പലപ്പോഴും ചർച്ചയാവുന്നില്ല. പെട്ടെന്നുള്ള നേട്ടങ്ങൾക്കായി വാഗ്ദാനങ്ങൾ നൽകും, പക്ഷേ തലമുറകളെ സ്വാധീനിക്കുന്ന വലിയ പദ്ധതികളുണ്ടാകില്ല. ഏറ്റവും പ്രധാനമായി, പ്രചാരണങ്ങൾ മുഴുവൻ വ്യക്തികളെ ചുറ്റിപ്പറ്റിയാകുമ്പോൾ നയങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും എവിടെയാണ് സ്ഥാനം? ഇതിന്റെ എല്ലാം ആകെത്തുക ഒന്നേയുള്ളൂ: ജനങ്ങൾക്ക് ഈ വ്യവസ്ഥിതിയിലുള്ള വിശ്വാസം പതിയെ നഷ്ടപ്പെടുന്നു. പക്ഷേ ഇതൊക്കെ കേട്ട് നിരാശപ്പെടേണ്ട. കാരണം ഇതിനൊരു പരിഹാരമുണ്ട്. കൂടുതൽ ചിട്ടയായ, ജനങ്ങളെ കേൾക്കുന്ന ഒരു ബദൽ മാർഗം തീർച്ചയായും സാധ്യമാണ്. പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചതും മതി. ഇനി നമുക്ക് ആ പരിഹാരത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഇതാണ് പരിഹാരം: ഭരണത്തെ ഒരു എഞ്ചിനീയറിംഗ് പദ്ധതിയായി സമീപിക്കുക. എന്താണിതിനർത്ഥം? കൃത്യമായ പ്ലാനിംഗ്, ഡേറ്റയെ അടിസ്ഥാനമാക്കിയുള്ള നിർമ്മാണം, പിന്നെ അളക്കാൻ കഴിയുന്ന ഫലങ്ങൾ. ഇതിനെയാണ് നമ്മൾ സദ്ഭരണത്തിനായുള്ള എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതെ, ഈ തത്വശാസ്ത്രം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ലക്ഷ്യത്തെ തന്നെ മാറ്റിയെഴുതുകയാണ്. ഇവിടെ പ്രധാനം അധികാരം നേടുക എന്നതിലുപരി ആ അധികാരം ഉപയോഗിച്ച് ജനങ്ങളുടെ ജീവിതത്തിൽ എന്ത് നല്ല മാറ്റം കൊണ്ടുവന്നു എന്നതാണ്. വോട്ട് പിടിക്കാനുള്ളൊരു ഉപകരണം എന്നതിലുപരി ജനങ്ങളുടെ ആവശ്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കി കൃത്യമായ പരിഹാരങ്ങൾ കണ്ടെത്താനുള്ളൊരു മാർഗമായി ഡാറ്റ മാറുന്നു. ഈ ശക്തമായ രീതിശാസ്ത്രം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന 3 അടിസ്ഥാന തത്വങ്ങളിലാണ് പടുത്തുയർത്തിയിരിക്കുന്നത്. ഒരു വീടിന്റെ 3 തൂണുകൾ പോലെ. നമുക്ക് ഓരോന്നായിട്ട് വിശദമായി പരിശോധിക്കാം. ഇവ 3ഉം ഒരുമിച്ച് ചേരുമ്പോഴാണ് യഥാർത്ഥ മാറ്റത്തിനുള്ള അടിത്തറയുണ്ടാകുന്നത്. നമുക്ക് ആദ്യത്തെ തൂണിൽ നിന്ന് തന്നെ തുടങ്ങാം. ഏതൊരു ശക്തമായ കെട്ടിടത്തിനും വേണ്ടതെന്താണ്? ഉറപ്പുള്ള ഒരടിത്തറ. അതുപോലെ തന്നെയാണിതും. എന്താണ് ഈ അടിസ്ഥാന യാഥാർത്ഥ്യം? ഇത് കേവലം അഭിപ്രായ സർവേകളല്ല, മറിച്ച് ഓരോ ഗ്രാമത്തിലെയും ഓരോ വാർഡിലെയും ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ വരുമാനമാർഗങ്ങൾ, അവർ നേരിടുന്ന കുടിവെള്ള പ്രശ്നങ്ങൾ, റോഡുകളുടെ അവസ്ഥ, ഇതെല്ലാം ഡേറ്റ ഉപയോഗിച്ച് ആഴത്തിൽ പഠിക്കുക. ഇവിടെ കണക്കുകൾ ജനങ്ങളോടുള്ള സഹാനുഭൂതിയുടെ ഒരു ഉപകരണമായി മാറുകയാണ്. ഇവിടെ ഏറ്റവും പ്രധാനം ഭരണഘടനാ മൂല്യങ്ങളെ മാനിക്കുക എന്നതാണ്. ഓരോ വ്യക്തിയുടെയും അന്തസ്സ് നിലനിർത്തി വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ അവരുടെ പൂർണ്ണ സമ്മതമുറപ്പാക്കി ഇന്ത്യയുടെ ഡേറ്റാ സംരക്ഷണ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുവേണം ഈ വിശകലനം നടത്താൻ. ഇത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം പൊതുനന്മ മാത്രം ലക്ഷ്യം വെച്ചുള്ള ഒന്നാണ്. ശരി, അപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ കൃത്യമായ വിവരങ്ങളുണ്ട്. ഇനി അടുത്ത പടിയെന്താണ്? അതാണ് രണ്ടാമത്തെ സ്തംഭം. നമ്മൾ കണ്ടെത്തിയ പ്രശ്നങ്ങളെക്കുറിച്ച് എങ്ങനെ സംസാരിക്കണമെന്നതാണ് ഈ ഭാഗം വ്യക്തമാക്കുന്നത്. നമ്മുടെ ആശയവിനിമയം എപ്പോഴും ഭരണഘടന നൽകുന്ന മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിരിക്കണം. ഓരോ പൗരന്റെയും അന്തസ്സിന്റെ മാനിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ സംസാരം. ആളുകളെ വൈകാരികമായി ഇളക്കിവിടുന്നതിന് പകരം ശാന്തമായി മുതിർന്നവൾ തമ്മിൽ സംസാരിക്കുന്നതുപോലെ പക്വതയുടെ കാര്യങ്ങൾ വിശദീകരിക്കണം. ഏറ്റവും പ്രധാനമായി, പ്രശ്നങ്ങൾക്ക് കാരണം വ്യക്തികളാണെന്ന് പറഞ്ഞ് അവരെ ആക്രമിക്കുന്നതിന് പകരം പ്രശ്നങ്ങളുണ്ടാക്കുന്ന ആ തകർന്ന സംവിധാനങ്ങളെയും തെറ്റായ നയങ്ങളെയുമാണ് നമ്മൾ വിമർശിക്കേണ്ടത്. ഈയൊരു ആശയത്തെ നമുക്ക് ഒറ്റ വാചകത്തിൽ ഇങ്ങനെ ചുരുക്കി പറയാം: കണക്കുകളിൽ കാർക്കശ്യം, ജനങ്ങളോട് സൗമ്യത. അതായത് പദ്ധതികളുടെ നടത്തിപ്പിലും അതിന്റെ ഫലങ്ങൾ അളക്കുന്നതിലും ഒരു വിട്ടുവീഴ്ചയും പാടില്ല. പക്ഷെ ജനങ്ങളോട് ഇടപഴകുമ്പോൾ എപ്പോഴും ബഹുമാനവും സ്നേഹവും സഹാനുഭൂതിയും വേണം. ഇതാണ് യഥാർത്ഥ ജനകീയ നേതൃത്വത്തിന്റെ ലക്ഷണം.
ഓക്കെ, അപ്പോൾ നമ്മൾ ഡേറ്റ ശേഖരിച്ചു, അതെങ്ങനെ ജനങ്ങളോട് പറയണമെന്ന് മനസ്സിലാക്കി. ഇനി ഇവയെല്ലാം എങ്ങനെ ഒരു പ്രവർത്തന പദ്ധതിയാക്കി മാറ്റാം, അതാണ് മൂന്നാമത്തെയും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ സ്തംഭം. ഇത് വെറുമൊരു വാഗ്ദാന പത്രികയല്ല, മറിച്ച് ഒരു വീട് പണിയുന്നതിന്റെ ബ്ലൂപ്രിന്റ് പോലെ കൃത്യമായ ഒരു പ്ലാനാണ്. ജനങ്ങളുടെ പണം എവിടെ, എങ്ങനെ ചെലവഴിക്കുന്നു എന്നിതിൽ വ്യക്തമാക്കണം. ഒരു പുതിയ റോഡ് വന്നാൽ അത് എത്ര പേരുടെ ജീവിതം എളുപ്പമാക്കും, ഒരു ക്ഷേമ പദ്ധതി ഉണ്ടെങ്കിൽ അത് അർഹതപ്പെട്ട അവസാനത്തെ ആൾക്കും എത്തുന്നു എന്ന് എങ്ങനെ ഉറപ്പാക്കും, ഓരോ പരാതിക്കും എത്ര സമയത്തിനുള്ളിൽ പരിഹാരം കിട്ടും, ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം നൽകുമ്പോഴാണ് ജനങ്ങൾക്ക് ഭരണത്തിലെ വിശ്വാസം വരുന്നത്. അപ്പോ ഈ 3 സ്തംഭങ്ങളും ഒരുമിച്ച് ചേരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ രൂപരേഖ നടപ്പിലാക്കുന്നതിലൂടെ സമൂഹത്തിലുണ്ടാകുന്ന യഥാർത്ഥ സ്വാധീനത്തെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. ഇത് നേതൃത്വത്തിന് തന്നെ ഒരു പുതിയ നിർവചനം നൽകുന്നു. ഇവിടെയാണ് ശരിക്കുള്ള മാറ്റം വരുന്നത്. നമുക്ക് സുപരിചിതമായ പരമ്പരാഗത രാഷ്ട്രീയം എപ്പോഴും വ്യക്തികളെയും അവരുടെ പ്രസംഗങ്ങളെയും ആശ്രയിക്കുന്നു. എന്നാൽ ഈ പുതിയ രീതി വ്യക്തികൾക്കല്ല, ശക്തമായ സംവിധാനങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത്. വാഗ്ദാനങ്ങൾക്കല്ല, അളക്കാൻ കഴിയുന്ന ഫലങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം. ചുരുക്കി പറഞ്ഞാൽ, രാഷ്ട്രീയം വ്യക്തികേന്ദ്രീകൃതമല്ലാതാകുന്നു, പകരം അത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു സംവിധാനമായി മാറുന്നു. ഇതിന്റെ ദീർഘകാല ഫലങ്ങൾ വളരെ വലുതാണ്. ജനങ്ങൾക്ക് തങ്ങളുടെ നേതാക്കളെയും ഭരണസംവിധാനത്തെയും വീണ്ടും വിശ്വസിക്കാൻ സാധിക്കുന്നു. കാരണം അവരുടെ വിവരങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവരുടെ സ്വകാര്യതയെയും സമ്മതത്തെയും പൂർണ്ണമായി മാനിക്കുന്നു എന്ന് അവർക്ക് ഉറപ്പുണ്ട്. ഇന്ത്യയുടെ നിയമങ്ങൾക്കനുസൃതമായി ഡാറ്റ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുമ്പോൾ ആ വിശ്വാസം ഊട്ടിയുറപ്പിക്കപ്പെടുന്നു. ഈ സമീപനം വെറും വാഗ്ദാനങ്ങളിൽ ഒതുങ്ങാതെ ഓരോ സമൂഹത്തിനും തൊഴിൽ, അടിസ്ഥാന സൗകര്യം തുടങ്ങിയ മേഖലകളിൽ വ്യക്തമായ പുരോഗതി നൽകുന്നു. അവസാനം ഇത് കേവലമൊരു തിരഞ്ഞെടുപ്പ് വിജയം മാത്രമല്ല, തലമുറകൾക്കു പ്രയോജനം ചെയ്യുന്ന ഫലപ്രദമായ ഭരണത്തിന്റെ ഒരു പുതിയ മാതൃക സൃഷ്ടിക്കലാണ്. അതെ, ഇതിന്റെ എല്ലാം അവസാനത്തെ ലക്ഷ്യം രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒരു വലിയ ദൗത്യമാണ്. അധികാരം നേടുക എന്നതിലുപരി ആ അധികാരം ഉപയോഗിച്ച് ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുക. ഓരോ പൗരനും അന്തസ്സോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കുക. നിങ്ങൾ ജനങ്ങളെ കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുന്ന ഒരു നേതാവാകാനും നിങ്ങളുടെ മണ്ഡലത്തെ ഉയരങ്ങളിലെത്തിക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ blueprintstrategies.ai ബന്ധപ്പെടുക. ഇമെയിൽ mgr@blueprintstrategies.ai അല്ലെങ്കിൽ 8042041602 എന്ന നമ്പറിൽ വിളിക്കുക. രാഷ്ട്രീയത്തിനപ്പുറം ഒരു ലക്ഷ്യം.